പോർഷൻ ട്രാക്കർ എന്നത് ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ്. ആയതുകൊണ്ട് തന്നെ ഒരുപാട് അപ്ഡേഷനുകൾ ഇനിയും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ട്. അപ്പോൾ എന്താണ് അപ്ഡേഷനുകളെന്ന് ഇതിനകം തന്നെ ടീച്ചേഴ്സിന് അറിഞ്ഞിട്ടുണ്ടാവും. കാരണം 25.1 എന്നുള്ള വേർഷനിലേക്കാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത്. ഈ സാഹചര്യത്തിൽ ഒട്ടനവധി അപ്ഡേഷനുകൾ നമ്മൾ ചെയ്ത് പൂർത്തിയാക്കിയതാണ്. അപ്പോൾ ഈ വരുന്ന ഓരോ അപ്ഡേഷനുകളിലും ഓരോരോ കാര്യങ്ങൾ ആഡ് ഓൺ ചെയ്തിട്ടുണ്ടാവും. അതേപോലെ തന്നെ പോർഷൻ ട്രാക്കർ പ്രവർത്തിക്കുന്ന സമയം നമ്മൾ നേരിടുന്ന ഒരുപാട് തടസ്സങ്ങളും പ്രയാസങ്ങളും അത് തരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കൂടെ ഇതിനകത്തേക്ക് ഉള്ളടക്കം ചെയ്തിട്ടുണ്ടാവും. ഈ ഉള്ളടക്കങ്ങളൊക്കെ കൃത്യമായി നമ്മളുടെ പോർഷൻ ട്രാക്കറിലും കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ അപ്ഡേഷനുകളൊക്കെ യഥാസമയം നിങ്ങളോട് ചെയ്യാൻ ആവർത്തിച്ച് പറയുന്നത്. കൃത്യമായി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. അപ്പോൾ ഈ വരുന്ന അപ്ഡേറ്റുകളും ഈ പറയുന്ന കൂട്ടിച്ചേർക്കലുകളും ഒക്കെ തന്നെ കൃത്യമായും ലളിതമായും നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതിനാണ് പോഷക ഭാഷ എന്ന ഈ ചാനലും നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഒരുപാട് ടീച്ചേഴ്സ് നമ്മളെ പോഷക ഭാഷ എന്ന ചാനൽ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് ടീച്ചേഴ്സ് നമ്മളെ ചാനൽ ഫോളോ ചെയ്യുന്നുണ്ട്. കൃത്യമായി ആ ടീച്ചേഴ്സും നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുകൊണ്ട് തന്നെ പോർഷൻ ട്രാക്കറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. കൃത്യമായിട്ടുള്ള അപ്ഡേഷനുകൾ ലളിതമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് പോർഷൻ ട്രാക്കറിൻ്റെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടാൻ പാടുള്ളതല്ല എന്നുള്ളൊരു ആഗ്രഹത്തിലാണ്. അംഗൻവാടിയിലെ പ്രവർത്തനങ്ങൾ ഇന്ന് പൂർണ്ണമാവണമെന്നുണ്ടെങ്കിൽ പോർഷൻ ട്രാക്കറിൻ്റെ എല്ലാ എൻട്രികളും കൃത്യമായി 100% പൂർത്തിയാക്കണമെന്നുള്ളതാണ്. നമുക്കറിയാം പോർഷൻ ട്രാക്കറിനകത്ത് വരുന്ന ഓരോ മൊഡ്യൂളുകളും നമ്മൾ അംഗൻവാടിയിലൂടെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മാത്രമാണ്. ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പോർഷൻ ട്രാക്കറിലൂടെയും ചെയ്ത് പൂർത്തിയാക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ സെഷൻ കൊണ്ടുപോകുന്നത് നമുക്കറിയാം 25.1 ഏറ്റവും അവസാനം വന്ന പുതിയ അപ്ഡേഷനെങ്കിലും 24.9.9 ഏറ്റവും പ്രതീക്ഷിച്ചിരുന്ന അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചിരുന്ന വലിയൊരു അപ്ഡേഷൻ വന്നിട്ടുള്ളത്. അതായത് നമ്മളുടെ ഗുണഭോക്താക്കൾക്ക് കൂടുതൽ ഉപകാരപ്രദമായിട്ടുള്ള ഒരു അപ്ഡേഷനായിരുന്നു അത്. എന്താണെന്ന് കൃത്യമായി ഞങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ളതാണ്. നമ്മളെ ഗർഭിണികളും മുലയൂട്ടുന്ന അമ്മമാർക്കും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ അവരെ ഒരു നോമിനിയെ അസൈൻ ചെയ്തുകൊണ്ട് തുടർന്നുള്ള മാസങ്ങളിലൊക്കെ തന്നെ ആ നോമിനിയിലൂടെ അവരുടെ THR സേവനങ്ങൾ വിതരണം ചെയ്യാൻ പറ്റുന്ന വലിയൊരു മാറ്റമാണ് പോർഷൻ ട്രാക്കറിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അത് സാധ്യമാവണമെങ്കിലും നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് പുതിയ വേർഷനിലേക്ക് മാറണം. ഇതെല്ലാം കഴിഞ്ഞ സെഷനിൽ പോഷക ഭാഷാ ചാനലിലൂടെ നിങ്ങളിലൂടെ എത്തിച്ചിട്ടുണ്ട്. കൃത്യമായി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നിങ്ങളുടെ ആവശ്യമുള്ള ഗുണഭോക്താവിന് ഈ പറയുന്ന നോമിനി അസൈൻ ചെയ്ത് കൊടുക്കാമെന്നുള്ളതാണ്. അതിനുശേഷം വന്ന പുതിയൊരു അപ്ഡേറ്റിൽ ആസ്പിറേഷണൽ ബ്ലോക്കിലുള്ള AG കുട്ടികൾക്ക് അവർക്ക് THR വിതരണം നടത്തുന്നുണ്ട്. അത് അവരുടെ നോമിനിയിലേക്ക് എത്തിക്കാൻ പറ്റുന്ന സാഹചര്യം കൂടെ പോർഷൻ ട്രാക്കറിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ സാഹചര്യങ്ങളൊക്കെ നമ്മൾക്ക് അറിയാം. അപ്പോൾ ഒരു നോമിനിയെ അസൈൻ ചെയ്ത് തുടർന്നുള്ള മാസങ്ങളിൽ മുടക്കം കൂടാതെ ഗുണഭോക്താവ് വരാതെ തന്നെ, കാരണം പ്രത്യേകം പറയുന്നത് ഗുണഭോക്താക്കളിൽ പലരും ബെഡ് റെസ്റ്റ് ഉള്ള ആളുകളുണ്ട്, അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അവർക്കൊന്നും തന്നെ അംഗൻവാടിയിൽ വരാനോ അല്ലെങ്കിൽ വന്നു കഴിഞ്ഞാൽ തന്നെ ഫോട്ടോ എടുക്കാൻ പറ്റാത്ത സാഹചര്യം, FRSുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തടസ്സങ്ങളൊക്കെ തന്നെ പ്രയാസങ്ങളൊക്കെ തന്നെ പറയുന്ന കൂട്ടത്തിലാണ്. ആ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു നോമിനിയെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുള്ളത്. അത് പരമാവധി ഇത്തരത്തിലുള്ള ഗുണഭോക്താക്കൾക്ക് നിങ്ങൾ അസൈൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ആ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ ഒരു സെഷൻ തന്നെ ചെയ്യുന്നത്. എന്താണ് ആ സെഷൻ എന്നുള്ളത് കൃത്യമായി അറിഞ്ഞിരിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ പ്രകാരം ഒരു നോമിനിയെ അസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ടീച്ചേഴ്സ് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് കൃത്യമായി മനസ്സിലാക്കണം. നോമിനി എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. 18 വയസ്സ് പൂർത്തിയാക്കിയ ഒരു വ്യക്തിയെ നമ്മൾ നോമിനിയായി അസൈൻ ചെയ്യുന്ന സമയം കൃത്യമായി പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങളൊക്കെ പാലിച്ച് കൃത്യമായി കൊടുക്കുകയാണെങ്കിൽ ഒരു തടസ്സങ്ങളും വരാതെ തുടർന്നുള്ള മാസങ്ങളിൽ THR സക്സസ്ഫുള്ളി പൂർത്തിയാക്കാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ ഏതൊക്കെ കാര്യങ്ങളാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് കൃത്യമായി അറിഞ്ഞിരിക്കുക. അതായത് ഒരു നോമിനിയെ ആഡ് ചെയ്യുമ്പോൾ തന്നെ ആ നോമിനിക്ക് ഒരു വാലിഡ് ആയിട്ടുള്ള ആധാർ കാർഡ് ഉണ്ടാവണം. അതായത് വാലിഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 10 വർഷത്തിൽ കൂടുതൽ പഴക്കം ചെല്ലാത്ത ഒരു ആധാർ കാർഡ് അവരുടെ കയ്യിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. ഒപ്പം തന്നെ സാധാരണ ഗുണഭോക്താക്കൾ സ്വീകരിക്കുമ്പോൾ നമ്മൾ ഏറ്റെടുക്കുന്ന FRS സംവിധാനത്തിന് കൂടി വിധേയമാവണം. അതായത് EKYCയും FRS നിർബന്ധമായും പൂർത്തിയാക്കണം എന്നുള്ളതാണ് ആദ്യ കടമ്പ. രണ്ടാമതെന്ന് പറയുന്നത് ഒരു ഗുണഭോക്താവിന് വേണ്ടി ഒരു നോമിനിയെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ നോമിനിയെ പിന്നീട് തിരുത്താനോ അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാനോ കഴിയില്ല എന്നുള്ളൊരു സാഹചര്യം കൂടെ ടീച്ചേഴ്സ് ആദ്യം മനസ്സിലാക്കേണ്ട ഒന്നാണ്. ഒപ്പം തന്നെ ഒരു ഗുണഭോക്താവിന് ഒരു നോമിനിയെ മാത്രമേ അസൈൻ ചെയ്യാൻ പാടുള്ളൂ. അതായത് ഒരു ഗർഭിണി ആയിക്കോട്ടെ, ലാക്ടേറ്റ് മദർ ആയിക്കോട്ടെ, അവർക്ക് പകരം അവരെ ഒരു നോമിനിയെ സെറ്റ് ചെയ്യുമ്പോൾ അതിൽ ഒന്നിൽ കൂടുതൽ ആളുകളെ ഇതിലേക്ക് ഉൾക്കൊള്ളിക്കാനുള്ള സാഹചര്യം പോർഷൻ ട്രാക്കറിലില്ല. അവരാരെങ്കിലും ഒരാളെ മാത്രം, അതായത് പ്രഗ്നൻറ്റും ലാക്ടേറ്റിങ്ങിലും ആരെങ്കിലും ഒരാളെന്നല്ല, പ്രഗ്നൻറ്റിന് ഒരാളെ മാത്രം അല്ലെങ്കിൽ ലാക്ടേറ്റിങ്ങിന് ഒരാളെ മാത്രമേ നോമിനിയായിട്ട് അസൈൻ ചെയ്യാൻ കഴിയുകയുള്ളൂ. ഒന്നിൽ കൂടുതൽ നോമിനിമാരെ ഒരു
ഗുണഭോക്താവിന് സെറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അടുത്ത സാഹചര്യം മനസ്സിലാക്കുക. ഒരു ഗുണഭോക്താവിന് വേണ്ടി ഒരു നോമിനിയെ അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമതൊരു ഗുണഭോക്താവായിട്ട് ലാക്ടേറ്റ് മദറിലോ പ്രഗ്നൻറ്റിലോ കിടക്കുന്നുണ്ടെങ്കിൽ ഈ സെറ്റ് ചെയ്ത അതേ നോമിനിയെ തന്നെ വീണ്ടും വേറൊരു ഗുണഭോക്താവിന് വേണ്ടി നമുക്ക് അസൈൻ ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് കൃത്യമായി അറിഞ്ഞിരിക്കുക. അത് ഈ സെൻറ്ററിൽ മാത്രമല്ല, ഇന്ത്യ രാജ്യത്തുള്ള ഏത് സെൻറ്ററിലേക്കും ഈ നോമിനിയെ വേറൊരു ഗുണഭോക്താവിന് വേണ്ടി അസൈൻ ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് കൂടി കൃത്യമായി ടീച്ചേഴ്സ് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ മാനദണ്ഡങ്ങളൊക്കെ കൃത്യമായി അറിഞ്ഞും മനസ്സിലാക്കിയും കൊണ്ടായിരിക്കണം ഒരു നോമിനിയുടെ ആധാർ കാർഡ് നിങ്ങൾ ഡീറ്റെയിൽ കളക്ട് ചെയ്യേണ്ടത്, അവരുടെ FRCയും EKYCയും പൂർത്തിയാക്കേണ്ടത്. ഒരു തവണ FRCയും EKYCയും പൂർത്തിയാക്കിയാൽ എന്താവില്ല, അവരെ ഡിലീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അവരെ തിരുത്താനോ കഴിയില്ല എന്നുള്ളത് കൃത്യമായി അറിയുക. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം ഒരു ഗുണഭോക്താവിന് വേണ്ടി ഒരു നോമിനിയെ നമ്മൾ അസൈൻ ചെയ്ത് തുടർന്നുള്ള മാസങ്ങളിൽ THR വിതരണം ചെയ്യേണ്ടത്. താങ്ക് യു.